Hi dear friends, our next class, operators. Operators are special symbols used for some computations when applied to variables and objects in an expression. Variables is a symbol used to perform certain arithmetical operations, arithmetical calculation and its manipulations. For example, arithmetic operator, plus, minus, division, multiplication, assignment operator equal to, greater than is equal to, less than is equal to, assignment operators. Mainly three types of operators: unary operators, binary operators, and ternary operators. What is unary operator? Unary operators are those operators that require one operator to operate some unary operations. That are address operator. നമ്മൾ സി പ്രോഗ്രാം എഴുതിയപ്പോൾ അതിൻ്റെ വേരിയബിൾ അഡ്രസ് ചെയ്യാനായിട്ട് ആൻഡ് സൈൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് അഡ്രസ് ഓപ്പറേറ്ററാണ്. പിന്നെ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഉണ്ട്. യൂണറി പ്ലസ് ഓപ്പറേറ്റർ, പ്ലസ് കോംപ്ലിമെൻ്റ് ഓപ്പറേറ്റർ ഉണ്ട്, ഇൻക്രിമെൻ്റൽ ഓപ്പറേറ്റർ ഉണ്ട്, ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉണ്ട്, മൈനസ് മൈനസ്, പ്ലസ് പ്ലസ്, ഇൻക്രിമെൻ്റൽ ഓപ്പറേറ്റർ, ലോജിക്കൽ നെഗേഷൻ ഉണ്ട്. പിന്നെ ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. These are those operators that requires two operators to operate. Binary operations are divided into two. ബൈനറി ഓപ്പറേറ്റേഴ്സ് അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നും രണ്ട് ടൈപ്പ് ഉണ്ട്. അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, റിമൈൻഡർ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പം ആൻഡ് രണ്ട് സിമ്പിൾ ഇടുക. ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്ററാണ്. ഓർ കോളൻ ഓറോലോ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, അതൊരു ലോജിക്കൽ ഓപ്പറേറ്റർ. ആൻഡ്, ഓർ, നോട്ടിക്കൽ ടു നെഗേഷനാണ്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. എ ഈസ് ഈക്വൽ ടു 10, എയിലേക്ക് 10 അസൈൻ ചെയ്തു. ജി ഈസ് ഈക്വൽ ടു, കോഴ്സിൽ നമ്മൾ എ എന്ന് കൊടുത്തു, ഒരു ഗ്രേഡ് കൊടുത്ത്, ഗ്രേഡ് ഈസ് ഈക്വൽ ടു എ, ഗ്രേഡിലേക്ക് എ അസൈൻ ചെയ്തു. അത് ഈസ് ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. പിന്നെ അസൈൻ ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പം ഇൻറ്റു ഈസ് ഈക്വൽ ടു, മൾട്ടിപ്പിളും ചെയ്യണം അസൈനും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻറ്റു ഈസ് ഈക്വൽ ടു കൊടുക്കും. അസൈൻ കോഴ്സ് അപ്പം നമുക്ക് പ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു പ്ലസ്. അതുപോലെ ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു, ലെസ് ദാൻ ഈസ് ഈക്വൽ ടു, അതൊക്കെ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ഉണ്ട്. പിന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, പ്രസിഡൻസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓഫ് ബ്രാക്കറ്റ്, കർലി ബ്രാക്കറ്റ്, ഡബിൾ ബ്രാക്കറ്റ്, ഇതൊക്കെ നമ്മൾ പ്രസിഡൻസ് ഓപ്പറേറ്റേഴ്സായിട്ട് ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ടെർണറി ഓപ്പറേറ്റേഴ്സിൻ്റെയാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം നമുക്ക് പ്രോഗ്രാമിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. ടെർണറി ഓപ്പറേറ്റേഴ്സ്, ഹിയർ യു ലുക്ക്, ടെർണറി ഓപ്പറേറ്റർ two symbols ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ മാർക്കും കോളനും. ടെർണറി ഓപ്പറേറ്റർ ഈസ് ഓൾസോ കോൾഡ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. സി ആൻഡ് സി പ്ലസ് പ്ലസ് ഓഫർ എ കണ്ടീഷണൽ ഓപ്പറേറ്റർ, ക്വസ്റ്റ്യൻ മാർക്ക് ഒരു കോളം കണ്ടല്ലോ, ദാറ്റ് സ്റ്റോർ എ വാല്യൂ ഡിപ്പെൻഡിങ് അപ്പോൺ എ കണ്ടീഷൻ. കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഫാൾസ് ആണ് വേണ്ടതെങ്കിൽ ഫാൾസ് സ്റ്റോർ ചെയ്യും. ദ ജനറൽ ഫോം ഓഫ് ടെർണറി ഓപ്പറേറ്റർ ഈസ് ഫസ്റ്റ് ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു കണ്ടീഷൻ. കണ്ടീഷൻ ഫാൾസ് ആണ് ഫസ്റ്റ് എക്സ്പ്രഷൻ, ട്രൂ ആണ് ഫസ്റ്റ് എക്സ്പ്രഷൻ. കോളൻ കഴിഞ്ഞ് വരുന്നതാണ് ഫാൾസ് കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ട്രൂ കണ്ടീഷൻ, സെക്കൻഡ് പാർട്ട് ഫാൾസ് കണ്ടീഷൻ, ദാറ്റ് ഈസ് ദ കോളൻ. അപ്പോൾ ഇവിടെ ഹിയർ ലുക്ക്, എയിലേക്ക് 10 അസൈൻ ചെയ്തു, ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 10, ഈസ് ഈക്വൽ ടു അസൈൻ ഓപ്പറേറ്റർ ആണ്. ബി ഈസ് ഈക്വൽ ടു 8. നമുക്കിവിടെ എങ്ങനെയാണ് ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് നോക്കാം. സിയിലേക്ക് സ്റ്റോർ ചെയ്യണം, ഈസ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി. എ ബിയേക്കാൾ വലുതാണെങ്കിൽ സിയിലേക്ക് സ്റ്റോർ ചെയ്യണം. ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് എ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ബി ആണല്ലോ വലുത്, അപ്പോൾ ബി സ്റ്റോർ ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ എന്നുള്ളത് നമ്മൾ കോളം കഴിഞ്ഞിട്ട് ബി കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് വൺ, എ ഈസ് ഈക്വൽ ടു 5. എയിലേക്ക് ഒരു 5 അസൈൻ ചെയ്യുന്നു, ബിയിലേക്ക് 4 വാല്യൂ അസൈൻ ചെയ്യുന്നു, സിയിലേക്ക് 11 വാല്യൂ അസൈൻ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഓപ്പറേറ്റർ ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡി എന്ന വേരിയബിളിലേക്ക് ഡി ഈസ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി. എ ബിയേക്കാൾ വലുതാണെന്ന് മാത്രം നോക്കിയാൽ പോരാ. അപ്പം നമ്മൾ ആണെങ്കിൽ പിന്നെ ബ്രാക്കറ്റിൽ കൊടുത്തു,
പ്രസിഡൻസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിരിക്കുന്നു. എ ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു സി, സിയെ കാട്ടിയും വലുതാണോ ആണെങ്കിൽ എ സ്റ്റോർ ചെയ്യണം. ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് എ കൊടുത്തേക്കുന്നു, അല്ലെങ്കിൽ പിന്നെ സി ആണല്ലോ, സി ക്ലോസ് ചെയ്യണം. സോ സ്റ്റോർ ചെയ്യണം ഡിയിലേക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ കോളമാണ് ഇനി വരുന്നത്. എ ഗ്രേറ്റർ ദാൻ ബി അല്ല, അപ്പൊ ബി ആണ് വലുത്. അപ്പൊ പിന്നെ ബി സി ആണോ നോക്കണ്ടേ. ആ കോളം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നു ബി ഗ്രേറ്റർ ദാൻ സി. ബി എ വലുതാണോ ബി എന്ന് ചോദിച്ചു, അല്ല എ വലുതല്ല, അപ്പൊ ബി ആണ് വലുത്. ബി ഗ്രേറ്റർ ദാൻ സി ആണോ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ബി സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ സി സ്റ്റോർ ചെയ്യണം. ആണോ ഉപയോഗിച്ചേക്കുന്നത്? ആ പാരാമീറ്റേഴ്സിന്റെ ഉപയോഗം വ്യക്തമായി മനസ്സിലാക്കുക. ഇനി റിമാർക്സ് നോക്കിയേ. റിമാർക്സ് എന്ന സ്ട്രിംഗ് വേരിയബിളിലേക്ക് അവർ ടോട്ടൽ മാർക്ക്, പാസ്ഡ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 60. നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന മാർക്ക് 60 അല്ല 600, മോർ ദാൻ ഈസ് ഈക്വൽ ടു 600 ആണെങ്കിൽ റിമാർക്ക് എന്ന വേരിയബിളിലേക്ക് ഡിസ്റ്റിങ്ഷൻ എന്ന സ്ട്രിംഗ് സ്റ്റോർ ചെയ്യണം, സ്ട്രിംഗ് വേരിയബിളിലേക്ക്. അല്ലെങ്കിലോ മാർക്ക് ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 400 അതിൽ കൂടുതലോ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഒന്ന് സ്റ്റോർ ചെയ്യണം. ഇത് രണ്ടുമല്ല, പാസ്ഡ് സ്റ്റുഡൻസ് ബിലോ 400 ആണെങ്കിൽ പാസ്ഡ് എന്നടിക്കണം, റൈറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുത്തേക്കുന്നുണ്ടോ, റിമാർക്സ്. യു ലുക്ക്, നമുക്ക് ജസ്റ്റ് ഒരു പ്രോഗ്രാമും കൂടി നോക്കാം. ഹിയർ വി സി പ്രോഗ്രാം നമ്പർ 4. നമ്മൾ സിയിലാണോ കോഡ് ചെയ്തിരിക്കുന്നത്? C++ലേക്ക് നിങ്ങൾ കോഡ് ചെയ്ത് നോക്കുക. കാരണം സിന്നും സി ഔട്ടും ഹെഡർ ഫയലും മാറ്റിയാൽ മതി. പിന്നെ അതിൻ്റെ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കും, ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ, അതായത് സിന്നും സി ഔട്ടിനും ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ അറിയാമല്ലോ, ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആണെന്ന് പറയുന്നത്. 2 സിമ്പിൾ വീതം നമ്മൾ ഇന്നിന് ഔട്ടിനും റൈറ്റും ലെഫ്റ്റും ഉപയോഗിക്കുന്നുണ്ട്. ലെഫ്റ്റ് സി ഔട്ടിനും സിന്നിനും റൈറ്റും. ഓക്കെ, അത് വെച്ച് നിങ്ങൾ C++ലേക്ക് മാറ്റി എഴുതുക. അപ്പം ഇവിടെ നമ്മൾ ഹെഡർ ഫയലും മെയിൻ ഫംഗ്ഷൻ ഒരു ഇൻറ്റിജർ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നു. പ്രിന്റ് എൻ്റർ ആൻ ഇൻറ്റിജർ, ഒരു ഇൻറ്റിജർ ഞാൻ അടിച്ചു കൊടുത്തു. സ്കാൻഎഫ് ആ വേരിയബിൾ അവിടെ സ്റ്റോർ ചെയ്തു, ആൻഡ് സിമ്പിൾ ഉപയോഗിച്ചേക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ സ്റ്റോർ ഓപ്പറേറ്റർ എന്നിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് നോക്കണം, N1 എന്ന വേരിയബിളിലെ 2 കൊണ്ട് അത് അതിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ, റിമൈൻഡർ മതി നമുക്ക്, റിമൈൻഡർ 0 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? ഈവൻ നമ്പർ, ഈവനോ ഓടോ എന്ന് നോക്കാനുള്ള സിമ്പിൾ പ്രോഗ്രാം. ഈവൻ നമ്പർ പ്രിന്റ് ചെയ്യണം, ഉണ്ടോ, N1 എന്ന് പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിലോ പ്രിന്റ് ഓഫ് ഓഡ് നമ്പർ N1 പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഓടാണോ ഈവൻ ആണോ എന്ന് നോക്കാൻ ഒരു ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം. ബാക്കി നമ്മൾ 3 എക്സാമ്പിൾ നല്ലതുപോലെ നമ്മൾ തിയറിയിൽ തന്നിരുന്നു. അത് വെച്ച് നിങ്ങൾ പ്രോഗ്രാമുകൾ എഴുതാം. ഇത് നമ്മളെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്തൊക്കെയാണെന്ന്. ഈസി ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞു ട്രൂ കണ്ടീഷൻ, കോളം കഴിഞ്ഞു ഫോൾസ് കണ്ടീഷൻ. ഓക്കെ, ബൈ. മനസ്സിലാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലതുപോലെ മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ. നെക്സ്റ്റ് പ്രോഗ്രാം പെട്ടെന്ന് ഇടുന്നതായിരിക്കും. പരീക്ഷ വരുന്നുള്ളതുകൊണ്ട് പ്രൈം നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സിൻ്റെയൊക്കെ പ്രോഗ്രാമുകൾ സിയിലും C++ലും ഇടാം. ഓക്കെ, താങ്ക് യു, ബൈ.